ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മുടെ +2 കൊമേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ചാപ്റ്ററാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ ഏറ്റവും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഒന്ന് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് പഠിക്കുക, പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് പഠിക്കുക, രണ്ട് ടൈപ്പ് പ്ലാനിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ആദ്യം പഠിക്കാം. ഈ 3 കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് ഈ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്, പെട്ടെന്ന് പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പോ ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യം എന്താണ് ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ, എന്താണ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? ഞാൻ ചോദിക്കാം, എന്താ പ്ലാനിങ്? വാട്ട് യു മീൻ ബൈ പ്ലാനിങ്? ഓക്കെ, നമ്മുടെ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്ന നമ്മുടെ അതേപോലെ തന്നെ പ്ലാനിങ്ങിന്റെ പ്രത്യേകത ഉണ്ട്. എന്താ പ്ലാനിങ്ങിന്റെ പ്രത്യേകത? നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഫംഗ്ഷൻ ആണ് എന്താ പറയാ, പ്ലാനിങ്. ഏറ്റവും ആദ്യത്തെ ഒരു ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയാ, ശരിയല്ലേ? അപ്പോ ആ പ്ലാനിങ്ങിൽ കുറെ കാര്യങ്ങളുണ്ട്. പ്ലാനിങ് എന്ന് പറഞ്ഞാല് മുൻകൂട്ടി കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ എന്തൊക്കെ ആലോചിച്ച് ഡെയിലി ലൈഫിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആലോചിച്ച് തലേദിവസം വെക്കാറുണ്ട് അല്ലെ. അതൊരു പ്ലാനിങ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണേ എന്ന് പറയാ പ്ലാനിങ് എന്ന് പറയാ. ഓക്കെ, ഇതന്നെ. അപ്പോ കുറെ കാര്യങ്ങൾ നമുക്ക് ഫീച്ചേഴ്സ് നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റും. പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം. അപ്പോ പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാട്ടോ, ഏറ്റവും എളുപ്പമാണ്, പെട്ടെന്ന് പഠിച്ചു പോവാ, പെട്ടെന്ന് എളുപ്പത്തിൽ പഠിച്ചു പോവാ കേട്ടോ. നോക്കി, പ്ലാനിങ് ഫോക്കസിങ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. പ്ലാനിങ് ഫോക്കസ് ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്താണോ അതിനെയാണ് നമ്മുടെ പ്ലാനിങ് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അത് എന്തു ആയിക്കോട്ടെ ആ ഒരു കാര്യത്തിലാ, അത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, പ്ലാനിങ്സ് വെക്കാം. അപ്പൊ നോക്കാം, പ്ലാനിങ് ഇൻവോൾവ് സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് സ്ട്രാറ്റജി ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ കാര്യം സ്ട്രാറ്റജീസ് അല്ലെ ഡെവലപ്പ് ചെയ്യും, പ്ലാൻസ് ഉണ്ടാക്കും. ഇതൊക്കെ എന്താണ് നമ്മുടെ മെയിൻ ആയിട്ട് എയിം? എന്താ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ, നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് പ്ലാനിങ് ഇസ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്രൈമറി ഫംഗ്ഷൻ, ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. 2 പോയിന്റ് പഠിച്ച് അല്ലെ. ആദ്യത്തേത് എന്താണ്? പ്ലാനിങ് ഫോക്കസിങ് ഓൺ എന്താ അച്ചീവിങ് ഒബ്ജക്റ്റീവ്. പ്ലാനിങ് ഈസ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എന്തിന്റെ പ്രൈമറി ഫംഗ്ഷനാ? മാനേജ്മെന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ നോക്കി, ഏറ്റവും എളുപ്പമാണ്. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻഡ് ആവാത്ത നെവർ എൻഡിങ് പ്രോസസ് ആണ്, ഓർ കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ പ്ലാനിങ് ഇസ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? പ്ലാനിങ് ഫോക്കസിങ് ഓൺ എന്താ അച്ചീവിങ് ഒബ്ജക്റ്റീവ്. ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് നോക്കിയാൽ പ്ലാനിങ് ഇസ് ഫോർവേഡ് ലുക്കിംഗ്. ഫോർവേഡ് ലുക്കിംഗ്, വാട്ട് യു മീൻ ബൈ ഫോർവേഡ് ലുക്കിംഗ്? ഫോർവേഡ് ലുക്കിംഗ്, മുൻകൂട്ടി ചിന്തിക്കുക. അത്രേ നമ്മ പ്ലാനിങ് എന്ന് പറയുന്നത് മുൻകൂട്ടി അഡ്വാൻസ് ചെയ്ത് അല്ലെ, അഡ്വാൻസ് ചെയ്ത് നോക്കിയേ. പ്ലാനിങ് ഈസ് തിങ്കിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ ആൻഡ് ഹൂ ഈസ് ടു ബി ഡൺ അല്ലെ. ഇതാണ് പ്ലാനിങ്ങിന്റെ ഏറ്റവും കൂടുതൽ. പ്ലാൻ റിലേറ്റഡ് ടു ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കാനാണ് അല്ലെ, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അല്ലെ. അപ്പോ ഏറ്റവും 4 പോയിന്റ് ഉണ്ട്. ഒന്ന്, ആദ്യത്തെ പോയിന്റ് പ്ലാനിങ് ഫോക്കസിങ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തെ പ്ലാനിങ് ഈസ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പിന്നെ മൂന്നാമത്തെ എന്താ? പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. നാലാമത്താണ് പ്ലാനിങ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്. ഇത്രയും പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ ചോദിക്കാറുണ്ട്, 2 മാർക്കിന് ചോദിക്കാറുണ്ട് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന്. അപ്പൊ പറയാല, എളുപ്പത്തിൽ പറയാം. പ്ലാനിങ് ഫോക്കസിങ് ഓൺ എന്താ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്, പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, കണ്ടിന്യൂസ് പ്രോസസ്, ഫോർവേഡ് ലുക്കിംഗ്. ഇത്ര എഴുതിയാൽ മതി, 4 മാർക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ലൈഫിലായാലും ഓർഗനൈസേഷനിലായാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സെറ്റ് ആണെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനമാണ് പ്ലാനിങ്. പ്ലാനിങ് ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു കാര്യം കൂടി പറഞ്ഞുതരാം മക്കളെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്ലാനിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. പ്ലാനിങ് പ്രോസസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ഒരു ബിസിനസ് സ്റ്റഡീസിലാ എല്ലാ സ്റ്റെപ്സും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സ്റ്റെപ്സും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്റ്റെപ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? സ്റ്റെപ്സ് എഴുതുമ്പോൾ കറക്റ്റ് ഓർഡർ ആയിട്ട് തന്നെ എഴുതണം. കറക്റ്റ് ഓർഡർ ആയിട്ട് തന്നെ എഴുതണം. അതിൽ വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ആദ്യം നോക്കാം. ആദ്യം സെറ്റിംഗ് ഒബ്ജക്റ്റീവ്. വാട്ട് യു മീൻ ബൈ ഒബ്ജക്റ്റീവ്? നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്താണോ അതിനെയാണ് എന്ത് പറയാം മക്കളെ? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്താണോ അതിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം അല്ലെ. അപ്പോ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്താണോ അതിനെ ആദ്യം സെറ്റ് ചെയ്യുക. അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ആ
ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം അല്ലെ, ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഫസ്റ്റ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, രണ്ടാമത്തത് ഡെവലപ്പിംഗ് പ്രിമൈസസ് അല്ലെ. നോക്കിയേ, പ്ലാനിങ് ഈസ് കൺസേൺ വിത്ത് ദി ഫ്യൂച്ചർ വെൻ ഈസ് അൺസർട്ടൺ ആൻഡ് എവറി പ്ലാൻ ഈസ് യൂസിങ് അസംഷൻ അബൌട്ട് ഫ്യൂച്ചറിൽ അല്ലെ. അതായത് നമ്മുടെ അസംഷൻ ആണ്, അസ്യൂം ചെയ്യാന്ന് പറയില്ലേ, അസ്യൂം ചെയ്യാന്ന് എന്താ പറയാ, പ്രിമൈസസ് എന്ന് പറയാ കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്. അടുത്ത സ്റ്റെപ്പ് നോക്കിയാടാ, അടുത്ത സ്റ്റെപ്പ് എളുപ്പത്തിൽ പഠിക്കേനി, ഐഡന്റിഫൈങ് വേരിയസ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഞാൻ ദേ വായിക്കാം, ഡെഫിനിഷൻ വായിക്കാം. There are alternative way to achieve the started objectives അല്ലെ. നമ്മളാ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വെറുതെ ആ ഒരു ഒബ്ജക്റ്റീവ് വെറുതെ വെച്ചാൽ മതിയാ പോരാ അല്ലെ. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള വേരിയസ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ആ ഒരു ഒബ്ജക്റ്റീവ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നേടാൻ പറ്റൂല, ശരിയല്ലേ. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്, ഐഡന്റിഫൈങ് വേരിയസ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അടുത്ത് നോക്കാം, ഇവാലുവേറ്റിംഗ് ദി ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക അല്ലെ. നമ്മ ഒരു കാര്യം തൊട്ട് മുമ്പിൽ ഐഡന്റിഫൈ ചെയ്ത് അത് ചെയ്യാട്ടാ, അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ വിചാരിച്ചു വെച്ചു. പക്ഷേ അതിന്റെ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കണം. ഒന്ന് മെറിറ്റ് നോക്കണം, രണ്ടാമത്തത് ഡീമെറിറ്റ് നോക്കണം. മെറിറ്റ് നോക്കണം, ഡീമെറിറ്റ് നോക്കണം അല്ലെ. നല്ലതാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ അത് നല്ലതായിരിക്കും, മോശമാണെങ്കിൽ അത് മോശം രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, എഫക്റ്റീവ് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് ആ ഒരു ഐഡന്റിഫൈ ചെയ്ത ആക്ഷൻ അല്ലെങ്കിൽ പ്ലാൻ, ആ ഒരു ഐഡിയയുടെ മെറിറ്റും ഡീമെറിറ്റും നോക്കുക. അവിടെ നോക്കിയ മക്കളെ, ഇൻ ദി സ്റ്റേജ് മാനേജ്മെന്റ് വിൽ ഇവാലുവേറ്റ് ദി മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് വേരിയസ് ആൾട്ടർനേറ്റീവ് ഇൻ ദി ലൈറ്റ് ഓഫ് വേരിയസ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ബിസിനസ് പ്ലാനിങ് പ്രിമൈസസ് അല്ലെ. അപ്പോ ആദ്യം ആലോചിക്കുക, നമ്മൾ ചെയ്ത കാര്യത്തിന്റെ ഒരു ഇവാലുവേറ്റ് ചെയ്യുക, മെറിറ്റും ഡീമെറിറ്റ്സും കണ്ടുപിടിച്ചേക്കാട്ടോ. അപ്പൊ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്, ഐഡന്റിഫൈ ദി വേരിയസ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവാലുവേറ്റിംഗ് ദി ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ദെൻ അടുത്താണ് സെലക്ട് ആൻ ആൾട്ടർനേറ്റീവ് അല്ലെ. സെലക്ട്, കാരണം എന്താണ് സെലക്ട് എന്ന് പറഞ്ഞാൽ എടുക്കാന്ന് അർത്ഥം. സെലക്ട് എടുക്കാട്ടോ. എങ്ങനെ, നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെ. സെലക്ട് ചെയ്യുക, കുറേ വഴികൾ നമുക്ക് കണ്ടുപിടിച്ച് വിചാരിക്കാം. അതില് ഇവാലുവേറ്റ് ചെയ്തിട്ട് നല്ലൊരെണ്ണത്തിന് എടുത്തു വെച്ച് ശേഷം ആ നല്ലൊരെണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, സെലക്ട് ചെയ്യുക. അനലൈസ്, ആഫ്റ്റർ അനലൈസിംഗ് ദി മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട്. ദിസ് ഈസ് ദി റിയൽ പോയിന്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇതാണ് ഡിസിഷൻ മേക്കിംഗിന്റെ റിയൽ പോയിന്റ്. അപ്പൊ 1 മാർക്ക് ചോദിക്കണം, 1 മാർക്ക് ചോദ്യം ഏതാണ് പ്ലാനിങ് പ്രോസസ്സിലെ റിയൽ പോയിന്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ പറഞ്ഞതാ സെലക്ടിങ് ആൻഡ് ആൾട്ടർനേറ്റീവ് ആയിരിക്കും കേട്ടോ. സെലക്ടിങ് ആൻഡ് ആൾട്ടർനേറ്റീവ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് മക്കളെ, ഇംപ്ലിമെന്റ് ദി പ്ലാൻ. വാട്ട് യു മീൻ ബൈ ഇംപ്ലിമെന്റ്? നടപ്പിലാക്കാന്ന് അർത്ഥം. ഇംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാന്ന് അർത്ഥം കേട്ടോ. അപ്പോ നമ്മൾ ചെയ്ത കാര്യം ഇപ്പോ സെലക്ട് ചെയ്ത് വെച്ച്, പ്ലാൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, സെറ്റ് ആയിട്ടുണ്ട്. അപ്പോ അതിനെന്ത് ചെയ്യാ, ഇംപ്ലിമെന്റ് ചെയ്യുക. ലാസ്റ്റ് മക്കളെ ഫോളോ അപ്പ്. എന്താ ഫോളോ അപ്പ്? നമ്മ അത്രയും ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞില്ല, അത് നമ്മ പ്ലാൻ ചെയ്ത പോലെയാണോ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് എടുക്കണം. ഓക്കെ, ഇത്രയുമാണ് ഒരു 5 മാർക്കിന് ചോദിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു എസ്എ ക്വസ്റ്റിന് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണിത്. ഉറപ്പായിട്ടും എല്ലാ 2022 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഉണ്ടാ, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും പ്ലാനിങ്ങിന്റെ പ്രോസസ് എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ് കേട്ടോ. അപ്പൊ ആദ്യം സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമൈസസ് അല്ലെ, ഡെവലപ്പിംഗ് പ്രിമൈസസ്. പിന്നെ അടുത്ത് ഐഡന്റിഫൈ ചെയ്യും, ഐഡന്റിഫൈ ദി വേരിയസ് ആൾട്ടർനേറ്റീവ് കോഴ്സ്. ഐഡന്റിഫൈ ചെയ്യുന്ന എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ദി ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇവാലുവേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യും, സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മ ഇംപ്ലിമെന്റ് ചെയ്യും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഫോളോ അപ്പ് എടുക്കും അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഫ്ലോ ചാർട്ട് ഒക്കെ വരയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ ഫ്ലോ ചാർട്ട് ഒക്കെ വരച്ച് വെക്കുക. എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫ്ലോ ചാർട്ടിനൊക്കെ മാർക്ക് ഇടും കേട്ടോ. നമുക്ക് ആദ്യം അറിയണ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതി വെക്കാം ആദ്യത്തെ പേപ്പറിലൊക്കെ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയടാ, ടൈപ്പ് ഓഫ് പ്ലാൻ. 2 ടൈപ്പ് പ്ലാൻ ഉണ്ട്. ഒന്ന് പറയാ, ഒന്ന് സിംഗിൾ യൂസ് പ്ലാനും രണ്ടാമത് സ്റ്റാൻഡിങ് പ്ലാനും. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇവിടെ സിംഗിൾ യൂസ് എന്ന് പറഞ്ഞാല് നമ്മുടെ സിംഗിൾസിനുള്ളതാ, അതായത് 1 ടൈം ഇവന്റ് ഓർ പ്രൊജക്ട്.
ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യണ സാധനമാണ് എന്ന് പറയുന്നത് മക്കളെ. ഒറ്റ പ്രാവശ്യം യൂസ് ഉള്ള പ്ലാൻ, ഒറ്റ പ്രാവശ്യം, അതിനാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയാം. അപ്പൊ സ്റ്റാൻഡിങ് പ്ലാൻ എന്തായിരിക്കും? നേരെ തിരിച്ചെന്തായിരിക്കും? അത് മോഡിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിച്ചുകൊണ്ടിരിക്കും. മോഡിഫൈ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണത് എന്താ പറയാ? നമ്മുടെ സ്റ്റാൻഡിങ് പ്ലാൻ ട്ടാ. മോഡിഫൈ ചെയ്ത് നമ്മൾ ഓരോ ടൈമിലും മോഡിഫൈ ചെയ്ത് പീരീഡ് വൈസ് നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡിങ് പ്ലാൻ. ഇത്രയും പഠിച്ചാൽ മതി ഒരു ചാപ്റ്ററിൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇത്രയും പഠിച്ചാൽ മതി. അപ്പൊ ഫീച്ചേഴ്സ് പറഞ്ഞ്, സ്റ്റെപ്സ് പറഞ്ഞ്, ടൈപ്പ് ഓഫ് പ്ലാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ എല്ലാ മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാലോ? നമ്മുടെ സ്റ്റെപ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് സ്റ്റാർ വരച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവരും നന്നായിട്ടിരുന്ന് കാണാം, ശ്രദ്ധിച്ച് നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, ശരി, താങ്ക് യു.